സംസാരിക്കും. ആരുമില്ലെങ്കിൽ അല്പം കൂടി സംസാരിക്കും. ആളുകൾ കേൾക്കട്ടെ. താഴെ ആളുകൾ ഇരിപ്പുണ്ട്, അവർ കേൾക്കട്ടെ. മാനവരാശിക്കു മുഴുവനും വിപത്താണ് ഈ മതം എന്ന് ഇന്ന് ഇവര് ചേക്കേറിയ എല്ലായിടത്തും നമ്മൾ പറയേണ്ട അനുഭവങ്ങൾ കൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുക. മാനവരിൽ മനോഹരന്റെ ചര്യയും എടുത്തു പിടിച്ച് ഒരു പുസ്തകം എടുത്തു പിടിച്ചേക്കുക, ഒരു കയ്യില്, അടുത്ത കയ്യില് വാളും. എന്തിന്? അപരന്റെ തലയെടുക്കാൻ. ഇപ്പോ നമ്മള് കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫ്ലക്സാണ് ബാബരി മസ്ജിദ്. അത് പൊളിഞ്ഞതല്ല, RSSകാര് പൊളിച്ചതാണെന്ന്. ശരിക്കു പറഞ്ഞാല് 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ കഅബ എന്ന് പറയുന്ന സ്ഥലത്ത് വിഗ്രഹങ്ങള്, കഅബാലയം, ആ കഅബ നിൽക്കുന്ന കഅബാലയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫ്രിഡ്ജ് പോലെ ഒരു സാധനമുണ്ട് അവിടെ, അത്രേ ഉള്ളൂ. അത് മഴയിൽ പൊളിഞ്ഞതല്ല, പൊളിച്ചതാണ് എന്ന ഫ്ലക്സ് കൂടി ഇവര് വെക്കണം. കാരണം ഹജറുൽ അസ്വദ് ഇന്ന് എത്രയുണ്ട്? യോനിക്കല്ല് 3-4 എണ്ണം ഉണ്ട്. എങ്ങനെയാ ഈ കല്ല് പൊട്ടിയത്? അതിനു വേണ്ടി യുദ്ധവും കൊള്ളയും ഒക്കെ നടന്നതാ. അപ്പോ പെണ്ണിനു വേണ്ടിയും പെണ്ണിന്റെ യോനി രൂപത്തിലുള്ള ഒരു കല്ലിനു വേണ്ടി പോലും യുദ്ധം ചെയ്ത ആളുകൾ, മൃഗഭോഗം ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണോ? ശവഭോഗം ഇവരെ സംബന്ധിച്ചിടത്തോളം തെറ്റാണോ? ഗുദഭോഗം, ശിശുഭോഗം, ഇതൊക്കെ ഇവർക്ക് വഴങ്ങും. അതുകൊണ്ടാണ് ഈ പ്രാകൃത മതത്തിന്റെ ആശയം ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണ് എന്ന് പറയാൻ കാരണം. മദീന മുമ്പ് ജൂത പട്ടണമായിരുന്നു, അതുകൂടി ഇവരൊന്ന് പറയണം. ഇത്രയും ആകുമ്പോഴാണ് ഹാഗിയ സോഫിയ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. സ്വിച്ചിട്ടതുപോലെ ഇടത് വലത് സെക്യുലറിസ്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഹമാസിനോടുള്ള ഒരു ആവേശം എങ്ങനെ പോയതാ? നമ്മൾ അതൊക്കെ എടുത്ത് പുറത്തിട്ടതാ. ഇവരെന്താണ് ഇതുവരെ ചെയ്തിരുന്നത്? അന്ധമായിട്ടുള്ള ഇസ്ലാമിക പ്രീണനം ഇവര് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ പുറത്തു പറഞ്ഞതാ. ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരുപാട് ക്ഷേത്രങ്ങളായിരുന്നു ഇന്ന് പിന്നീട് ഇവര് കൊള്ളയടിച്ചെടുത്തിട്ട് മസ്ജിദുകളാക്കി മാറ്റിയത് എന്ന് കണ്ടെത്തിയല്ലോ. എന്തേ ഇതൊന്നും തുറന്നു പറയാൻ കഴിയാത്തത്? ചിലപ്പോൾ അത് തപ്പിപ്പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ശിവലിംഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും കിട്ടിയാലോ? ഹജ്ജ് ഏറ്റവും വലിയ വിഗ്രഹാരാധനയാണ്. ഹിന്ദു പുരുഷന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെ ഷർട്ടിടാതെ മുണ്ടുടുത്ത് അടിവസ്ത്രം പോലും ധരിക്കാതെയാണ് ഇവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിയായിട്ടുള്ള ഒരു സ്ത്രീ എഴുതിയത്, ഹജ്ജിന്റെ ഒന്നും എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. എനിക്ക് 3 അനുഭവങ്ങളാണ് ആ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന സമയത്തുണ്ടായത്. എന്തോ ഒരു ഇരുമ്പ് ദണ്ട് പോലെ എന്തോ ഒരു സാധനം വന്ന് എന്റെ പിൻഭാഗത്തിൽ ഒരയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ സ്തനത്തിൽ നുള്ളുന്നു, നിതംബത്തിൽ നുള്ളുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒറ്റമുണ്ടിന്റെ അകത്ത് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം തട്ടുന്നു. എന്ത് ചെയ്യാനാ? അങ്ങനെ അവരത് എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടായി. അതുമാത്രമല്ല, അവരുടെ കമന്റിൽ വന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ അവർക്കും ഇതേപോലെ അനുഭവങ്ങളാണ് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്തുണ്ടായത് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോ ഇവർക്ക് ഭക്തി അല്ല പ്രധാനം. എവിടെ പോയാലും സെക്സ് ഇസ്ലാമിന്റെ പ്രധാനം അള്ളാഹുവിനാണെങ്കിലും നബിക്കാണെങ്കിലും ഇനി സ്വർഗത്തിലെ ഹൂറികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇത് തന്നെയല്ലേ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അപ്പോ ഹജ്ജിന് മുസ്ലിം പുരുഷന്മാര് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാ പുരുഷന്മാരും ഇതിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് പറയുന്നില്ല. അപ്പോ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ഈ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് വിഗ്രഹാരാധകരായതുകൊണ്ട് ആ കാഫിറുകളായിട്ടുള്ള ആളുകൾ നമുക്ക് ശത്രുക്കളാണ് എന്നൊക്കെ അലിയാർ കാസ്മി വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? ആരുടെയാ ശത്രുക്കളാകുന്നത്? മക്കയിലും മദീനയിലുമായിട്ട് വിഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇബ്രാഹിമിന്റെ മക്കാം എന്താണ്? ഇബ്രാഹിം ഇരുന്ന് പ്രസംഗിച്ച പീഠമുണ്ടല്ലോ, എന്താണത്? ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ രൂപത്തിൽ പ്രതിമയുണ്ട്. എന്താണത്? കഅബയുടെ മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ് അഥവാ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കറുത്ത കല്ല്, കൃഷ്ണശീല. എന്താണത്? യോനി രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, സ്വർണ്ണമൊക്കെ പൂശി. അതിനകത്തൊന്ന് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കുറേ ലക്ഷക്കണക്കിന് ചെലവാക്കി പോകുന്നത്. അത് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഗ്രഹമാണ്. നിങ്ങളുടെ കണ്ണിൽ കോല് കിടപ്പുണ്ട് സുഹൃത്തുക്കളെ, എന്നിട്ടാണ് നിങ്ങൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഹജറുൽ അസ്വദിനെ വണങ്ങുന്നു,
ചുംബിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്നു. ഉമർ പറയുന്നു, കല്ലേ, നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം. എന്റെ പ്രവാചകൻ നിന്നെ ചുംബിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിച്ചത്. കല്ല് കേൾക്കുവോ ഇത്? അപ്പൊ കോടാനുകോടി ആളുകളുടെ ഭക്തരുടെ ഏറുകൊള്ളുകയും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്ന് മരുഭൂമിയിലായിരുന്ന, ഇന്ന് ഏസിയിൽ നിൽക്കുന്ന ഇബ്ലീസിന്റെ സ്തൂപം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതും വിഗ്രഹമാണ്. ഇബ്ലീസ് പോയി അവിടുന്ന്. ഇബ്രാഹിം നബി പോയി, ഇസ്മായിൽ നബി പോയി. ഇപ്പോഴും ഇബ്ലീസിന്റെ പ്രതീകാത്മകമായിട്ടുള്ള 3 സ്തൂപങ്ങൾ അവിടെയുണ്ട്. അതിന്റെ പേരാ വിഗ്രഹം. ഗംഗാജലമോ മറ്റു പുണ്യതീർത്ഥം പോലെയോ ഒക്കെ അവര് വെച്ച് ഇരിക്കുന്നു. അവരെ പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? കടൽ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന സംസം, ആ പദം ഖുർആനിൽ പോലുമില്ല. അപ്പൊ കേരളത്തിലെ കാവുകളിലും മറ്റുമൊക്കെ കോഴികളെയൊക്കെ ബലി നൽകുന്ന രീതികൾ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില്, നേപ്പാളിലുമൊക്കെ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ ബലി നടത്തുന്നു. അതിനെ ഇവര് വിമർശിക്കുന്നു. ഹജ്ജിന് ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷക്കണക്കിന് കന്നുകാലികളെ, അതും തല നീട്ടിത്തരുന്ന പാവം മനുഷ്യനെ സ്നേഹം കൊടുത്താൽ തിരിച്ച് സ്നേഹിക്കുന്ന ആടുമാടുകളെയൊക്കെ കശാപ്പ് ചെയ്തിട്ട് സ്വന്തം തെമ്മാടിത്തരങ്ങൾ കഴുകിക്കളയാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം എവിടെയാണുള്ളത്? എന്നിട്ട് തിരുപ്പതിയിലൊക്കെ പോയിട്ട്, പഴനിയിൽ പോയിട്ട് ഇവരെ തലമുണ്ടനം ചെയ്യുന്നത് പോലെ ഹജ്ജില് തലമുണ്ടനം ചെയ്യുന്ന രീതി. അപ്പോ നിങ്ങൾ ആകെ മൊത്തം ടോട്ടൽ മറ്റുള്ളവരുടേത് കോപ്പിയടിച്ചെടുത്ത് അതുപോലെ ഒരു പാരലൽ ഹിസ്റ്ററിയും പാരലൽ തീർത്ഥാടനവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ കണ്ണിൽ കിടക്കുന്ന കോലിനെ അവിടെ നിർത്തിയിട്ട് അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകുമ്പോൾ ഞങ്ങൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവരും. ആദ്യം നിങ്ങളൊന്ന് നന്നാകുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി. അന്നത്തെ ഇസ്ലാം മതം സ്ഥാപിതമാകുന്ന കാലഘട്ടത്തിനു മുമ്പ് അറേബ്യയില് ഖദീജ ബീവി എന്ന ഒരു പൗരപ്രമാണി, കുലീനത്വമുള്ള തറവാടിയായിട്ടൊരു സ്ത്രീ ജീവിച്ചിരുന്നു. ഭർത്താക്കന്മാര് 2 പേരാൽ വിധവകളാക്കപ്പെട്ടു. 4 മക്കളുണ്ട്. പിതാവ് മരിച്ചു. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തില് പിതാവിന്റെ സമ്പത്തൊക്കെ അവരേറ്റെടുത്ത് വളരെ നല്ല രൂപത്തിൽ അടുക്കോടെയും ചിട്ടയോടും കൂടി കൂലിക്കാരെ വെച്ച് ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ സ്വാതന്ത്ര്യമായിരുന്നോ പിന്നീട് ഈ മനോരോഗിയായിട്ടുള്ള മുഹമ്മദ് ഖദീജയുടെ സമ്പത്ത് മുഴുവനും അടക്കി വെച്ച് അനുഭവിച്ചിട്ട് ഇതെല്ലാം എന്റെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പെണ്ണിനെ കണ്ടാലുടനെ എനിക്ക് കുരുപൊട്ടും, അതുപോലെ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തൂറാൻ പോകുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്ത് കയറിയിട്ട് വരിയായിട്ട് നടന്നു പോയിക്കോളൂ അല്ലേ? അന്ന് ഖദീജ ബീവി എന്ന കച്ചവടക്കാരിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം. മുഹമ്മദ് നബി ഖദീജയുടെ കീഴിലെ വെറും ഒരു കൂലിക്കാരനായിരുന്നു എന്ന ചരിത്രം അനിഷേധ്യമായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാ. എല്ലാം അവസാനിച്ചത് എവിടെയാ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ എന്നേക്കുമായി അടയ്ക്കപ്പെട്ട് അവർ പർദ്ദയ്ക്കകത്ത് വീടുകളിൽ അടയ്ക്കപ്പെട്ട് വെറും ഒരു പേറുയന്ത്രമായി പ്രസവപ്പലകയിൽ 9 മാസവും 10 ദിവസവുമായിട്ട് പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും ഭർത്താവിന്റെ കഴപ്പ് മൂത്താൽ അവന്റെ കഴപ്പ് തീർക്കാനുള്ള വെറും ഒരു ഉപകരണമാണ് സ്ത്രീ എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഇങ്ങനെ സ്ത്രീകളെ പേറുയന്ത്രമാക്കി മാറ്റിയത് എന്തിനാ? വിവാഹത്തില്, അടിമച്ചന്തകളില് സ്ത്രീകൾ വെറും ഒരു കൈമാറ്റ വസ്തുവായി, ആരുടെയോ തരിപ്പ് തീർക്കുന്ന വെറും ഒരു ഉപകരണമാക്കി മാത്രം മാറ്റിയത് എന്തിനു വേണ്ടിയാ? സ്ത്രീ സ്വാതന്ത്ര്യത്തെ ആരാണ് കുഴിച്ചു മൂടിയതെന്നും അമിതമായിട്ട് ലൈംഗിക ആസക്തിയുള്ള ഒരു മതമായി ഇസ്ലാമിനെ മാറ്റിയത് ആരാണെന്നും ചരിത്ര രേഖകൾ നിങ്ങൾ പരിശോധിക്കണം. ഒരു പക്ഷേ നമ്മുടെ അച്ഛൻ കുഞ്ഞു ബ്രദർ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിച്ചത്, ഇസ്ലാമിനെ പരിഹസിച്ചത്, ഇസ്ലാമിനെ കരിവാരി തേച്ചത്, ഇസ്ലാമോ ഫോബിയ അല്ല ഇസ്ലാമോ ഫിയർ പരത്തിയത് ഈ ഹദീസ് ഗ്രന്ഥങ്ങളും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകുന്ന തഫ്സീറുകളും ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളുമാണ്, ഞങ്ങളല്ല. ഒരു പക്ഷേ ആ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരംശം പോലും ഒന്ന് തൊട്ടു നോക്കാൻ ഈ 6-7 വർഷത്തെ അഹോരാത്രമുള്ള പ്രയത്നത്തിനിടയിൽ ഒരു പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വരാം. അത്രയേറെ പ്രവാചകന്റെ മൂല്യങ്ങൾ വാരി വിതറിയിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കലിപികളിൽ.